വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കെഎസ്യുവിന്റെ കരിങ്കൊടി പ്രതിഷേധം. മതിയായ പോലീസ് സുരക്ഷ അവിടെ ഉണ്ടായില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയാണ് കരിങ്കൊടി പ്രതിഷേധം. മലബാറിലെ +1 സീറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നാലെ, സമരത്തിനൊക്കെ പിന്നാലെ ചർച്ചയാകാമെന്ന് വിദ്യാർത്ഥി സംഘടനകളോട് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാലും SFIയും സമരത്തിനിറങ്ങുകയാണെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധം കെഎസ്യുവിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ. ജിബിൻ JB നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, പ്രതിഷേധം അവസാനിച്ചോ? ആര്യ, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം 5 മിനിറ്റോളം വിദ്യാഭ്യാസ മന്ത്രിയെ വസതിക്ക് മുന്നിൽ തന്നെ KSU പ്രവർത്തകർ തടഞ്ഞെടുത്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുന്നിലുള്ള ഏരിയയിൽ പോലും കരിങ്കൊടി കെട്ടുന്ന സംഭവമുണ്ടായി. പോലീസ് വളരെയധികം പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് നീക്കാനായി ശ്രമിച്ചത്. ഏകദേശം ഇവിടെ നിന്ന് പുതിയതായി മന്ത്രിയെ ചാർജ് എടുക്കുന്ന കിളുവിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ നിന്ന് വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് KSU പ്രവർത്തകർ 10ഓളം വരുന്ന KSU പ്രവർത്തകർ ഇവിടേക്ക് ഓടിയെത്തി അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ശ്രമിച്ചത്. മന്ത്രിയോടൊപ്പം ഒരു പോലീസ് ജീപ്പ് മാത്രമാണ് എസ്കോർട്ടിന് ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ പ്രവർത്തകരെത്തി മന്ത്രിയുടെ വാഹനം റോഡിൽ തടഞ്ഞ് ഇടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ മന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ സമരക്കാരോട് കയർക്കാനോ ഒന്നും തന്നെ മന്ത്രി ശ്രമിച്ചിരുന്നില്ല. ആർക്കും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, 10ഓളം വരുന്ന KSU പ്രവർത്തകരിൽ അവർ ചെയ്യട്ടെ എന്ന ആ ഒരു രീതിയിലായിരുന്നു മന്ത്രി. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് തന്നെയാണ്. +1 സീറ്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തരത്തിലുള്ള പ്രതിസന്ധികളൊന്നും തന്നെയില്ല. അത്തരത്തിൽ സംശയമുള്ളവർ മാധ്യമപ്രവർത്തകരായിരുന്നാൽ പോലും ഈ സംശയങ്ങൾ തെളിയിക്കട്ടെ, എന്നിട്ട് മതിയെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ഈ +1 സീറ്റ്, മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള സമരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് KSU MSF മാർച്ചുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. വിദ്യാഭ്യാസ ഡയറക്ടറെയൊക്കെ തന്നെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന സംഭവമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് യുവജന സംഘടനകളോട് മന്ത്രി ചർച്ച ചെയ്യാമെന്നൊക്കെ തന്നെ ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വസതിക്ക് മുന്നിൽ തന്നെ തടഞ്ഞത്. ശരി, എന്തായാലും വ്യാപകമായ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായി. എന്നിട്ടും എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പല കുട്ടികൾക്ക് പോലും, ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോഴും +1 സീറ്റ് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് മലപ്പുറത്ത് നിൽക്കുന്നത്. എന്തായാലും ചർച്ചകളാകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മതിയായ സുരക്ഷ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് മന്ത്രി പറയുകയുണ്ടായി. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. 10 KSUക്കാരുടെ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഞാൻ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് പ്രതിഷേധിച്ചോട്ടെ, അല്ലാതെ അവരുടെ സമര രീതി, അതിനിപ്പം വേറെ ഒന്നും ചെയ്തില്ലല്ലോ നമ്മൾ. അല്ലല്ല, അത് നിങ്ങൾ തെറ്റായി ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം കണക്ക് വായിക്കും. നിങ്ങൾ പറയേണ്ട, നിങ്ങളോട് നിൽക്കില്ല, ഞാൻ പറയേണ്ട കാര്യം എന്താ? മതിയോ? വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത്. ഈ കണക്കുകൾ, അതായത് പ്രതിപക്ഷ സംഘടനകൾ യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ തെറ്റാണ്, അതിൽ വ്യക്തതക്കുറവുണ്ട്, അത് ശരിയല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും ചർച്ചയാകാം എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ട്. അത് അല്പം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ജിബിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ആദ്യം MSFും KSUവും ഒക്കെയാണ് ഈ പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് SFIയും സമരത്തിനിറങ്ങുകയാണെന്ന് VP സാനു തന്നെ വ്യക്തമാക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ചർച്ചയിലേക്കും നീങ്ങുകയാണ്. പക്ഷെ അപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ആര്യ, ഈ ഒരു +1 സീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് 2936 സീറ്റ്, അതായത് 3000-നടുത്ത് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. ഈ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇത്രയും കുട്ടികൾക്ക് മാത്രമാണ് ഇനിയും സീറ്റ് കിട്ടാനുള്ളതെന്നാണ് ഇന്നലെ രാവിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ രാവിലെ പറഞ്ഞ ആ ഒരു കണക്ക് തെറ്റാണ്. വിദ്യാഭ്യാസ മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ഷാനവാസാണ് ഇത്തരത്തിലുള്ള കള്ളക്കണക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഉടൻ തന്നെ MSF പ്രവർത്തകർ
വിദ്യാഭ്യാസ കാര്യാലയത്തിൽ DPIയിലെത്തി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതിനുശേഷമാണ് ഇപ്പോൾ പിന്നാലെ ഇന്ന് രാവിലെയാണ് ഈ SFI, അതായത് ഈ +1 സീറ്റ് മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന SFIയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായതും ഇന്നാണ്. ഇതിന് പിന്നാലെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞു, അതായത് ഈ +1 മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകളുമായി പ്രത്യേകിച്ച് SFI കൂടി ഈ സമരത്തിന് ഇറങ്ങിയ സാഹചര്യത്തിലായിരിക്കണം അദ്ദേഹം വിദ്യാഭ്യാസ യുവജന സംഘടനകളുമായി ചർച്ച ചെയ്യാമെന്ന് ഇന്ന് രാവിലെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വസതിക്ക് മുന്നിൽ തന്നെ തടയുന്ന ഒരു കാഴ്ചയുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാര്യം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മന്ത്രി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ഒരു സമയത്ത് മന്ത്രിക്കുണ്ടായിരുന്ന ഒരു എസ്കോർട്ട് വാഹനം മാത്രമാണ്. ഈ എസ്കോർട്ട് വാഹനത്തിലും 2 പോലീസുകാർ മാത്രമാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അവരെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്ന തരത്തിലല്ലായിരുന്നു പ്രവർത്തകരുടെ ഒരു പ്രകടനമെന്ന് പറയുന്നത്. പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചു. മന്ത്രിയുടെ വാഹനത്തിന്റെ ഗ്ലാസുകളൊക്കെ തന്നെ അടിക്കുന്ന കാഴ്ചയുണ്ടായി. അതുമാത്രമല്ല മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന ഏരിയയിൽ കരിങ്കൊടി പോലും കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. KSUവിന്റെ പതാകയും അവർ വാഹനത്തിന് മുന്നിൽ സ്ഥാപിച്ചു. ഈ 2 പോലീസുകാർ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ മാറ്റാൻ വേണ്ടി ഏകദേശം 5 മിനിറ്റോളം പണിപ്പെട്ടു. അതിനുശേഷം ഈ പ്രവർത്തകർ പോലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഏകദേശം 5 മിനിറ്റോളം എടുത്തു. അതിന് പ്രവർത്തകരും ഈ സമരത്തിനൊടുവിൽ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് മറ്റു പോലീസുകാർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി തിരികെ അദ്ദേഹം പോകാനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം 5 മിനിറ്റോളം റോഡിൽ തടഞ്ഞിട്ടിട്ട് പോലും തൊട്ടടുത്ത് തന്നെ പോലീസിന്റെ ശ്രദ്ധയൊക്കെയുണ്ട്. എന്നിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നിന്ന് മാറ്റുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധിക്കാനായി എത്തിയ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി പറയുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടതില്ല. മറ്റൊരു വിഷയം, ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മന്ത്രിയോട് ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴും പറയുന്നത് മന്ത്രി രാവിലത്തെ ആ കാര്യത്തിൽ ഇന്നലെ ഉണ്ടായിരുന്ന പ്രസ്താവനയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതായത് അദ്ദേഹം ഔദ്യോഗികമായി പറഞ്ഞ കണക്ക് അത് ശരിയാണ്, സംശയമുള്ള മാധ്യമപ്രവർത്തകർ അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി. അതായത് അദ്ദേഹം ഇന്നലെ പറഞ്ഞ 2936 സീറ്റ് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് എന്നുള്ള ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് യുവജന സംഘടനയുമായി ചർച്ചയ്ക്ക് തയ്യാറാകാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയും വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ, ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംസ്ഥാനത്തുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അത് മാറ്റണം. A+ നേടിയിട്ട് സീറ്റ് കിട്ടാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും മലപ്പുറം ജില്ലയിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. അവരുടെ ആവശ്യങ്ങളാണ് വിവിധ യുവജന സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നീങ്ങാമെന്ന അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു നിലപാടിലേക്ക് എന്തായാലും സർക്കാർ വൈകിയാണെങ്കിലും എത്തിയിട്ടുണ്ട്.